ഒരാടിനെ കാണാനില്ല. അതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം, ഒരു സ്ത്രീ അവളുടെ നല്ല സമ്പത്തൊക്കെ വിറ്റോ അല്ലെങ്കിൽ അവരുടെ പേരൻസ് കൊടുത്തതോ ഒക്കെ ആയ 10 ദ്രഹ്മ കോയിൻസ് അവളെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഒരു ദിവസം എടുത്ത് എണ്ണി നോക്കിയപ്പോൾ അതിൽ 9 എണ്ണമേ ഉള്ളൂ, ഒരെണ്ണം നഷ്ടപ്പെട്ടു. അടുത്തത് 2 മക്കളുള്ള 2 ആൺമക്കളുള്ള ഒരു പിതാവ്. എന്താണോ അങ്ങനെ 2 മക്കൾ അന്നൊന്നും വളരെ സാധ്യത കുറവാണ്. എങ്കിലും ചിലപ്പോൾ ആ 2 പേരുടെ ഉപമ പറഞ്ഞപ്പം കർത്താവ് ഈ 2 എന്നുള്ള സംഖ്യയിൽ പറഞ്ഞായിരിക്കാം. 2 മക്കളുള്ള ഒരു പിതാവിന് ഒരു മകൻ ദൂരെ പോകുന്നു. അങ്ങനെ 3 സംഭവമാണ് ഇവിടെ പറയുന്ന സംഭവങ്ങൾ. നമ്മുടെ ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ 100 ആടുള്ളതിൽ ഒരെണ്ണം, അതായത് ഒരാട് 100-1 എന്ന് പറയുമ്പോൾ 1%, മറ്റേ ദ്രഹ്മ 10-1 10%, മറ്റേത് 2 മക്കളിൽ 1 50%. ഇതിലെല്ലാം നമ്മൾ കാണുന്ന ഒരു കോമണായ ഫാക്ടറെ, ഒരു ഉടമസ്ഥനുണ്ടെന്നും ആ ഉടമസ്ഥന് ഇതിൽ ഓരോന്നും നഷ്ടപ്പെട്ടതായിട്ടുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൂ ഈസ് ലോസ്റ്റ്? എൻ്റെ പ്രസംഗത്തിന് ഇന്നത്തെ ഒരു ഹെഡിങ് കൊടുത്താൽ അതിന് കൊടുക്കാവുന്ന പേര് ദ ജോയ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ തിരിച്ചു കിട്ടുന്നതിലെ സന്തോഷം. നഷ്ടപ്പെട്ട ഒരു വസ്തു തിരിച്ചു കിട്ടുന്നതിലെ സന്തോഷം. 100 ആടുള്ള മനുഷ്യൻ വൈകിട്ട് എണ്ണുമ്പോൾ ഒരാട് കൂട്ടിലില്ല. 10 ദ്രഹ്മയുള്ള സ്ത്രീ എപ്പോഴോ അത് എണ്ണിയപ്പോൾ ഒരെണ്ണം കാണാതെ പോകുന്നു. ആ ഡെഫിനിഷൻ ഓഫ് ലോസ്റ്റ് നമ്മൾ തന്നെ ഇതിനകത്തെ ദൂതാണ് ഞാൻ ഇപ്പം പറയാൻ വരുന്നത്. ആ ആട് കൂട്ടിൽ കാണണം വൈകിട്ട്, ദ്രഹ്മ പേഴ്സിൽ കാണണം. മകൻ വൈകിട്ട് ഡൈനിങ് ടേബിളിലോ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ആ പായിലോ കാണണം. ഇല്ല എങ്കിൽ അത് നഷ്ടപ്പെട്ട കാറ്റഗറിയിൽ വരും. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളില്ല എങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടവരാണ്. ചുങ്കക്കാരും പാപികളും മാത്രമല്ല നഷ്ടപ്പെട്ട്, ദൈവത്തിൻ്റെ കണക്കിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ഇല്ല എങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. ദൈവത്തിൻ്റെ കണക്കിൽ നമ്മൾ സഭയിൽ കാണും, സ്തോത്രാഴ്ച ഇടുന്നുണ്ടാകും, പാട്ട് പാടുന്നുണ്ടാകും, കൊയറിലുണ്ടാകുന്നുണ്ടാവും, കമ്മിറ്റിയിലുണ്ടാകുന്നുണ്ടാവും, നമ്മൾ നല്ലോണം ഒന്ന് പ്രസംഗിക്കുന്ന ആളായിരിക്കാം. പക്ഷേ ദൈവം നോക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്താണോ ഞാനും നിങ്ങളും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കണക്ക്. ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ വേണം. എപ്പോഴെങ്കിലും ഉണ്ടായിട്ട് കാര്യമില്ല. ഈ സ്ത്രീയുടെ ദ്രഹ്മ എപ്പോഴെങ്കിലും ആയിട്ട് കാര്യമില്ല. ആ ദ്രഹ്മ ക്രയവിക്രയം ചെയ്യാൻ ഉപയോഗപ്പെടുന്നില്ലെങ്കിൽ അത് ലോസ്റ്റാണ്. അപ്പോൾ നഷ്ടപ്പെട്ടതിൻ്റെ ഡെഫിനിഷനാണ് ഞാനിവിടെ പറഞ്ഞത്. മകൻ വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയിലില്ലെങ്കിൽ അവൻ നഷ്ടപ്പെട്ടതാണ്. ദ്രഹ്മ പേഴ്സിലില്ലെങ്കിൽ നഷ്ടപ്പെട്ടതാണ്. ആട് ഷീപ്പ് ടെന്നിലില്ലെങ്കിൽ ആട് നഷ്ടപ്പെട്ട, ആടിൻ്റെ കൂട്ടിലില്ലെങ്കിൽ ആട് നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നഷ്ടപ്പെട്ടതിനെ നിർവചിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, 99 ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരെണ്ണം പോട്ടെന്നുള്ളതല്ല. ദൈവത്തിന് ഒരെണ്ണം പോലും വിലയുള്ളതാണ്. ദൈവത്തിൻ്റെ കണക്കിൽ സഭയിൽ 250 പേരുണ്ട്, അതിലൊരു കുടുംബം പോകുന്നു, ദൈവത്തിന് വിഷമമാണ്, സഭയുടെ ഇടയിലും വിഷമമുണ്ടാകും. നമ്മൾ ഓരോ വ്യക്തി എന്ന നിലയിൽ ദൈവത്തിന് നാമൊക്കെ പ്രിയമുള്ളവരാണ്. പലപ്പോഴും നമ്മുടെ സഭകളിലൊക്കെ ഒരാൾ വന്നിട്ട് നമ്മൾ പിന്നെ അന്വേഷിച്ച് പോകാറേ ഇല്ല ആളെവിടെ പോയി എന്നുള്ളത്. ഞാൻ വേദോസത്തിലൊരു ഇത് എൻ്റെ മനസ്സിൽ വന്നൊരു ഭാഗമായതുകൊണ്ട് ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ
അല്ലല്ല, ആ വാക്യം വായിക്കണ്ട. അവിടെ ഒരു ഉണർവുണ്ടാകുന്നു. എവിടെ? അന്ത്യോക്യയിൽ ഒരു ഉണർവുണ്ടാകുന്നു. ആ ഉണർവ് വെറുതെ ബഹളം വെക്കുന്നതാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ബർന്നബാസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ യെരുശലേമിലെ സഭയുടെ കൗൺസിൽ കൂടിയിട്ട് അന്ത്യോക്യയിലോട്ട് പറഞ്ഞു വിടുകയാണ്. പോയി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറയുകയാണ്. എന്താണ് റിപ്പോർട്ട്? അവിടെ നടക്കുന്ന ഉണർവ് ജെനുവിനാണോ എന്ന് പോയി ആ റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പോയ ആളെ നമ്മൾ കാണുന്ന 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അടാ വായിക്കാനാ. ആ ആ ആ ആ ആ ആ ആ മതി. ശ്രദ്ധിച്ചേ, 2 പേജ് പുറമോട്ട് മറിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 8-ാം അധ്യായത്തിൽ പൗലോസ് രക്ഷിക്കപ്പെടുന്നു. അതിനുശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസിനെ കൊല്ലാൻ ഒരു പ്ലോട്ട് ഉണ്ടാകുന്നു. അതായത് പൗലോസിനെ കൊല്ലാൻ യഹൂദന്മാർ കൂടി ഒരു ഗൂഢാലോചന നടത്തുന്നു. അപ്പോൾ ശിഷ്യന്മാർ ഒരു എളുപ്പമാർഗം കണ്ടെത്തി ഇദ്ദേഹത്തെ ഒരു കൊട്ടയെ കയറ്റി ഇരുത്തി ഒരു മതിലിൽ കൂടെ പുറത്തോട്ട് ഇറക്കി വിട്ടു. പിന്നെ 11 വർഷം ആരും തിരക്കാൻ പോയില്ല. നോർത്ത് നോക്കിക്കേ, സഭയിൽ രക്ഷിക്കപ്പെട്ടു വന്ന്, സഭയിൽ സ്നാനപ്പെട്ടു വന്ന്, സഭയിൽ സാക്ഷ്യം പറഞ്ഞ ആളിനെ ഒരു ചെറിയ പ്രശ്നമുണ്ടായപ്പോൾ കൊട്ടയെ കയറ്റി ഇറക്കി വിട്ടു. പിന്നെ ആരും തിരക്കാൻ പോയില്ല. നമ്മുടെ സഭയിലും അങ്ങനെ ഒത്തിരി പേരുണ്ട്. എനിക്കറിയാവുന്ന ഒരു ദൈവദാസനെ, ഞാൻ മുളക്കടക്കാരനാണ്, എന്നെ അറിയാവുന്ന കുറേ പേര് ഇവിടെ ഒക്കെ ഉണ്ട്. മുളക്കട ബൈബിൾ സ്കൂളിൽ ഒരാൾ ഒരിക്കൽ പഠിക്കാൻ വന്നു, കുറേ വർഷം മുമ്പാണ്. പഠിക്കാൻ വന്നിട്ട് ആ പുള്ളി ബീഡി വലിക്കുന്ന ആളായിരുന്നു. അപ്പം ബീഡി വലിക്കുന്ന കാര്യം കണ്ട അന്നത്തെ TM സാറോ അന്നത്തെ സീനിയർ അച്ചായന്മാർ എല്ലാവരും കൂടെ പുള്ളിയെ ചെവിക്ക് പിടിച്ച് ആ സ്റ്റെപ്പ് ഇറക്കി താഴെ വീട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, പോയിക്കോളാൻ പറഞ്ഞു. പുള്ളി ഈ വീട്ടിൽ നിന്ന് വലിയ കാര്യത്തിൽ ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തി നാട്ടുകാർക്കെല്ലാം അന്നത്തെ കാലത്ത് കപ്പയോ മുളകറിയൊക്കെ കൊടുത്ത് പ്രാർത്ഥനയൊക്കെ നടത്തി കട്ടൻ കാപ്പിയൊക്കെ കൊടുത്ത് യാത്ര ചോദിച്ച് ബൈബിൾ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇദ്ദേഹത്തെ ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ആകെ വിഷമം, വീട്ടിൽ തിരിച്ചു പോകാനുള്ള മനസ്സുമില്ല. അദ്ദേഹം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി പോക്കറ്റിൽ നോക്കിയപ്പോൾ 5 രൂപ ഉണ്ട്. 5 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്തു. പുള്ളി കിടന്ന് ഉറങ്ങിപ്പോയി. ഇറങ്ങിയത് രാജസ്ഥാനിലാണ് പോയി ഇറങ്ങി ട്രെയിന്. അന്നത്തെ കാലത്തെ ഈ കൽക്കരി ട്രെയിനല്ലേ. രാജസ്ഥാനിൽ ഇറങ്ങി പുള്ളി അവിടെ ഒരു സുവിശേഷ വേല സ്വയമായിട്ട് തുടങ്ങി. ഞാൻ പുള്ളിയെ കാണുന്നത്, എനിക്ക് അന്നൊന്നും ഞാനൊന്നും ജനിച്ചിട്ട് പോലും ഉണ്ടാകത്തില്ല. ഞാൻ പുള്ളിയെ കാണുമ്പോൾ കുമ്പനാട്ട് കൺവെൻഷനിൽ പുള്ളി 7 ഭാഷയിൽ പ്രസംഗിച്ചു. അന്ന് ബീഡി വലിച്ചതിന് ചെവിയും പിടിച്ച് ഇറക്കി വിട്ട പുള്ളി നമുക്കൊക്കെ അറിയാവുന്ന ഒരാളുടെ ചേട്ടനാണ്. എല്ലാ പെന്തക്കോസ്തുകാർക്കും അറിയാവുന്നവരുടെ ചേട്ടനാണ്. രാജസ്ഥാനി പ്രസ്, സ്കൂള്, ബൈബിൾ കോളേജ് എന്ന് വേണ്ട അവിടെ വലിയൊരു പ്രസ്ഥാനം പുള്ളി ഉണ്ടാക്കി കർത്താവിന് വേണ്ടി നിൽപ്പാൻ. ഒരാളെ ഇറക്കി വിടാൻ എളുപ്പമാണ്, ഒരാളെ നന്നാക്കി കൊണ്ടുവരുവാൻ വലിയ പ്രയാസമാണ്. മനസ്സിലായോ? ഒരാളെ നമുക്കൊരു കുറ്റം കണ്ടെത്തി ആളെ സഭയിൽ നിന്ന് പുറത്താക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആളെ കൂടെ ഉൾക്കൊള്ളുവാൻ, ഇൻക്ലൂസീവ്. മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി ഇന്ത്യയിലുണ്ടായിരുന്നു. പുള്ളി ഡെവലപ്മെൻറ്റിനെ പറ്റി ചോദിച്ചപ്പം പുള്ളി പറഞ്ഞൊരു വാചകമുണ്ട്, ദ ലീസ്റ്റ് ഈസ് വെൻ ഇൻക്ലൂഡഡ് ദെൻ ദ ഡെവലപ്മെൻറ്റ് സ്റ്റോപ്സ്. ഏറ്റവും പാവപ്പെട്ടവനെ കൂടെ ഇൻക്ലൂസീവായിട്ട് ചേർത്ത് നിർത്തുമ്പോഴാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. സഭയിലെ ഏറ്റവും സാധാരണക്കാരനെ കൂടെ ചേർത്ത് നിർത്തുമ്പോഴാണ് സഭയുണ്ടാകുന്നത്. സഭയിലെ ഇന്നലെ ഞാനും ആ കോൺഫറൻസിന് പോയപ്പോൾ ഒരാൾ പറഞ്ഞു, വലിയൊരു പണക്കാരനെ ദൈവം അനുഗ്രഹിച്ച പുള്ളിക്ക് അറിയത്തില്ല, ബാങ്കിൽ കോടിക്കണക്കിന് രൂപ അടക്കുന്നുണ്ട്. പുള്ളി നല്ലോണം പ്രാർത്ഥിക്കുമായിരിക്കും, പണം ഉണ്ടോന്നും പറഞ്ഞൊന്നും പ്രശ്നമല്ല. പുള്ളി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, പുള്ളിക്ക് ഒരു 10,000 പൗണ്ട് കൂടെ ദൈവം കൊടുത്താൽ പുള്ളിക്ക് അറിയത്ത് പോലും ഇല്ല. അതിലെയൊക്കെ വന്ന 10,000 ആയിരിക്കും എന്ന് ചിന്തിക്കും. പക്ഷെ സാധാരണ ഒരു പെയിന് പോലും ബാങ്കിലില്ലാത്ത ആൾക്ക് 10,000 വീഴുമ്പോൾ അയാൾ ദൈവത്തെ സ്തുതിക്കുന്നത് ഇത് ദൈവം തന്നാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമ്മുടെ ചിന്തിച്ച ഭാഗത്തേക്ക് വരിക. ഈ ബർന്നബാസ് അന്ത്യോക്യയിൽ വന്ന് ഉണർവൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ പുള്ളിക്ക് ഓർമ്മ വന്നു, പണ്ട് നമ്മൾ ഒരാളെ കൊട്ടക്കയറ്റി വിട്ടല്ലോ, പുള്ളി ആരും തിരക്കാൻ പോയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി തെർസോസിലേക്ക് പോയി. തെർസോസുകാരനാണെന്നറിയാം. മൊബൈലില്ല, ഇമെയിലില്ല, ടെലിഫോണില്ല, അഡ്രസ്സില്ല,
തെർസോസുകാരനായ ഒരു പൗലോസ് ഒരിക്കൽ സഭയെ വന്ന് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പുള്ളി എവിടാണെന്ന് അറിയത്തില്ല. ആ അറിയാത്ത ആളിനെ പുള്ളി തിരക്കിപ്പോയി. നിങ്ങളുടെ മലയാളം ബൈബിളിലാണ് അവസാനം കുറേ മാപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് ചുമ്മാ കുറേ മാപ്പ് കൊടുത്തിരിക്കുന്നതെന്നാണ്. വെറുതെ പേജ് കിടക്കുന്നതുകൊണ്ട് മാപ്പ് അടിച്ചു വെച്ചെന്നല്ല, അതിന് ആവശ്യമുണ്ട്. നിങ്ങളെ അന്ത്യോക്യയിൽ നിന്ന് തെർസോസിലേക്കുള്ള ഒരു സ്കെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് താഴെ. ആ സ്കെയിൽ വെച്ചൊന്ന് അളന്നു നോക്കിയാൽ 400 മൈലുണ്ട്. 400 മൈൽ പോകാൻ ട്രെയിനോ പ്ലെയിനോ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ഒരു ദൈവദാസൻ മറ്റൊരു ദൈവദാസന് വേണ്ടി 400 മൈൽ നടന്നോ കുതിരപ്പുറത്തോ വള്ളത്തിലോ പോയി പിടിച്ചോണ്ട് വന്നു. ഓരോ മനുഷ്യനും ദൈവത്തിന് വിലയുള്ളതാണ്. പിടിച്ചോണ്ട് വന്നിട്ട് എന്ത് പറ്റി? അവർ രണ്ടും കൂടെ ബൈബിൾ സ്റ്റഡി നടത്തി. ക്രിസ്ത്യാനി എന്ന് നമ്മളിപ്പം ഫോം ഫില്ല് ചെയ്യുമ്പം കമ്മ്യൂണിറ്റി എഴുതുമ്പം ക്രിസ്ത്യാനിറ്റി എന്ന് എഴുതാൻ കാരണം ഈ ഒരു പോക്ക. മനസ്സിലാക്കണം. അറിയാത്ത ഒരാളിനെ പണ്ടെങ്ങോ 12 വർഷം കഴിഞ്ഞു. ഓർക്കണം, പൗലോസ് സൗദി അറേബ്യയിൽ പോയി ബൈബിൾ സ്റ്റഡി നടത്തിയെന്നാണ്, ബൈബിൾ പഠിക്കാൻ പോയി എന്നൊക്കെയാണ് പിന്നെ ചരിത്രത്തിൽ പറയുന്നത്. ബൈബിളിൽ അങ്ങനെയില്ല, അറേബ്യയിലായിരുന്നു എന്നൊരു വാചകമുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ 12 വർഷം അപ്രത്യക്ഷനായിരുന്ന ഒരാളെ തിരക്കിപ്പോകുവാൻ മനസ്സ് കാണിക്കുന്ന ഒരു സഹോദരൻ ഇന്നിവിടെ ഉണ്ടെങ്കിൽ, ഇന്നിപ്പോൾ നമുക്ക് വണ്ടിയുണ്ട്, അത് 4 വീൽ വേണമെങ്കിൽ 4 വീലുണ്ട്, ഏത് വേലയിലുമുണ്ട്, ഇമെയിലുണ്ട്, മൊബൈലുണ്ട്, ഏത് വേണമെങ്കിലും കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ ഒരു കൂട്ടു സഹോദരനെ തിരക്കാൻ നമുക്ക് പലപ്പോഴും മനസ്സില്ല, നമുക്ക് സമയമില്ല. ഞാൻ ആരുടെയും കുറ്റം ഞാൻ എന്നെ കൂടെ ഉൾപ്പെടെയാണ് പറയുന്നത്. നമുക്ക് പോകുവാനോ നമുക്കൊരു ട്രാക്ട് കൊടുക്കാനോ നമുക്കൊരു ന്യൂ ടെസ്റ്റ്മെന്റ് കൊടുക്കുവാനോ നമുക്ക് മനസ്സില്ല എങ്കിൽ എങ്ങനെ പൗലോസുമാരുണ്ട്? ഇന്ന് പൗലോസുമാരുണ്ടാകാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? തിരക്കി പോകുവാൻ ഒരാളില്ലാത്ത. നമ്മുടെ സഭയിൽ ഒരിക്കൽ വന്ന് സാക്ഷി പറഞ്ഞു, പുള്ളിക്ക് വരാൻ വണ്ടിയില്ല എങ്കിൽ. അത് ദൈവം കിടക്കാനല്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഞാൻ ദോഹയിലായിരുന്നപ്പോൾ ദോഹയിലെ ഞങ്ങളുടെ ചർച്ച് ഓഫ് ഗോഡ് പിരിച്ചുവിടാൻ ആ കമ്മിറ്റി കൂടി. 8 പേരേ ഉള്ളൂ. അവസാനം കമ്മിറ്റി വിസ കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, ഫാമിലി വിസ കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ 8 പേര് കൂടി തീരുമാനിക്കാൻ, സഭയുടെ കമ്മിറ്റിക്ക് മുമ്പേ തീരുമാനിച്ചു, ഇത് അടുത്തൊരു സഭയിലേക്ക് ലയിക്കാം. റെൻ്റ് കൊടുക്കാൻ പറ്റത്തില്ല, ഗസ്റ്റ് പാസ്റ്റർ വന്നാൽ കൊടുക്കാൻ പൈസ ഇല്ല, പിന്നെ എന്തിനാ ഇങ്ങനെ സഭ തീരുമാനിച്ചില്ല. ഞാൻ എണ്ണീറ്റ് പറഞ്ഞു, ഞാനും എൻ്റെ ബ്രദർ ലോ എണ്ണീറ്റ് പറഞ്ഞു, നമുക്ക് പിരിച്ചുവിടണ്ട. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ഹോണ്ട സിവിക്കിൻ്റെ സെക്കൻഡ് ഹാൻഡ് കാറുണ്ടായിരുന്നു. എനിക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എനിക്ക് ജോലി സ്ഥലത്തെ. പക്ഷേ ഞാൻ അവിടുന്ന് പോലീസ് പിടിച്ച് വിടുമ്പോൾ ആ വണ്ടി ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ ഓടി 8 വർഷം കൊണ്ട്. ഞാൻ 3500 ദിറംസിന് മേടിച്ചതാണ്. ഞാൻ വിൽക്കുമ്പോൾ വേറൊരാൾ വന്ന് 3500 ദിറംസിന് മേടിച്ചു. അതൊരു അത്ഭുതമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. ഞാൻ മേടിച്ച് 8 വർഷം ഉപയോഗിച്ച വണ്ടി വിൽക്കുമ്പോൾ 3500 ദിറംസ് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം കടക്കാരനല്ലെന്നുള്ള. സുവിശേഷത്തിന് വേണ്ടി ക്യാമ്പുകളിൽ പോയി ഒരുപാട് പേരെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. അതിൽ ഒരുപാട് പേര് ഇന്ന് നിത്യതയിൽ കാണും, അല്ലെങ്കിൽ കാലഘട്ടത്തിൽ നിത്യതയിൽ കാണും. എനിക്ക് സാക്ഷ്യം പറയാൻ കഴിയും. അവരുടെയൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ അവർക്കൊരു വണ്ടിയില്ല, ബാച്ചിലറായിട്ട് അവിടെ വന്ന് താമസിക്കുകയാണ്. അവരെ വിളിച്ചുകൊണ്ട് വരുവാൻ ദൈവം ഈ വാഹനം ഉപയോഗിച്ചു. 5-6 പേരെയൊക്കെ കയറ്റിയാണ് കൊണ്ടുപോകുന്നത് രാത്രിയിൽ. കാരണം ഒരാളെ തെരഞ്ഞു പോകുവാൻ, ഒരാളെ കൂടെ സഭായോഗത്തിനൊന്ന് വിളിച്ചുകൊണ്ട് വരുവാൻ നമ്മുടെ വാഹനം ഒന്ന് മെനക്കെടുമ്പോൾ ദൈവം നിങ്ങളുടെ പേരിൽ കണക്കുണ്ടാകും. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും തരുമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ മക്കളുടെ പേരിലെങ്കിലും അത് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ കൊച്ചുമക്കളുടെ പേരിലെങ്കിലും അത് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ അനുഭവ സാക്ഷ്യത്തിൻ്റെ വ്യത്യാസത്തിൽ പറയട്ടെ, ബർന്നബാസ് എന്ന് പറയുന്ന ഈ നല്ല മനുഷ്യൻ പൗലോസിനെ തിരഞ്ഞു കൊണ്ടുവന്നുകൊണ്ടാണ് വേദപുസ്തകത്തിൽ 14 ലേഖനങ്ങളുണ്ടായത്. ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം പോകുവാൻ കാരണം പൗലോസിനെ വിളിച്ചുകൊണ്ട് വന്ന ബർന്നബാസ് നിമിത്തമാണ്. ക്രിസ്ത്യാനി എന്ന പേരുണ്ടാകാൻ കാരണം പൗലോസിനെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഒരു മനുഷ്യൻ 400 മൈൽ യാത്ര ചെയ്ത് 2000 വർഷം മുമ്പ് പോകുവാൻ തയ്യാറായത് നിമിത്തം ദൈവസഭയ്ക്ക് വിപ്ലവാത്മകമായ മാറ്റമുണ്ടാക്കുവാനിടയായിത്തീർന്നു. ഓക്കെ, നമ്മുടെ വായിച്ച യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ 3 കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടു. ഒന്ന്, ആടിൻ്റെ കഥ നമ്മൾ ആദ്യം മനസ്സിലാക്കി. ഇത് സഭയോടുള്ള ബന്ധത്തിലും ഇതിനൊരു ചെറിയ ഒരു കണക്ഷനുണ്ട്. ഒരാട് സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്? ഒരാട് സഭയിൽ നിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഈ ആട്
എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഈ ആട് നഷ്ടപ്പെട്ടു പോയി. ആട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാകാം. ഈ ആട് സ്ഥിരം കഴിക്കുന്ന ആഹാരം കിട്ടാതെ വരുമ്പോൾ ആട്, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറ്റ കൊണ്ടൊക്കെ മറച്ചാണ് ആടിനെ വളർത്തുന്നത്. അതിങ്ങനെ ആദ്യം ആ ചെറ്റപ്പെരയുടെ ഓല കടിച്ചു കീറും. എന്നിട്ട് അപ്പുറത്തുള്ള പച്ചിപ്പിങ്ങനെ തല നീട്ടി കടിക്കും. ഇല്ലെങ്കിൽ ഇവിടെ ആഹാരം കുറയുന്നു എന്ന് തോന്നുമ്പോൾ അപ്പുറത്തെ പുല്ല് പോയി കടിക്കാൻ തുടങ്ങും. പക്ഷേ ഈ പുല്ല് എൻഡോസൾഫാൻ തളിച്ചതാണെന്ന് ഇടയൻ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ ആട് പോയി അത് എൻഡോസൾഫാൻ തളിച്ച പുല്ല് തിന്ന് വടിയായി പോകും. പല ആടുകളും അപ്പുറത്തെ പുല്ല് കണ്ടിട്ട് അപ്പുറത്തെ പുരയിടത്തിലെ പുല്ല് ഇച്ചിരൂടെ വലിയ പുല്ലാണല്ലോ എന്ന് വിചാരിച്ച് ഇവിടുത്തെ ആഹാരത്തേക്കാൾ നല്ല ആഹാരമാണെന്ന് കരുതി അപ്പുറത്തെ പുല്ലിനൊക്കെ പോവും. സ്വാഭാവിക മനുഷ്യന്. പക്ഷേ ഈ ആടിൻ്റെ പ്രശ്നം, മനുഷ്യനെ, ഇസ്രായേൽ മക്കളെ ആടുമായിട്ടാണ് തുലനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, സങ്കീർത്തനത്തിൽ 23-ാം സങ്കീർത്തനം ഇന്ന് പാട്ട് പാടിയപ്പോൾ കർത്താവിൻ്റെ ദാസൻ ബ്രസഭാസ്റ്റർ അത് എടുത്തെടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ ഈ ആടിൻ്റെ പ്രത്യേകത, ഇതൊരു ബുദ്ധിയില്ലാത്ത മൃഗമാണ്. ആനയുടെ കൂട്ടോ പാമ്പിൻ്റെ കൂട്ടോ ഒന്നും ഒരു ബുദ്ധിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് അടുത്ത പുരയിടത്തിലൊക്കെ ചാടി പോകുന്നത്. പക്ഷെ അവിടെ പുല്ലിൽ വിഷം തളിച്ചിട്ടുണ്ട് എന്നുള്ള വാണിംഗ് ഒന്നും ഒരു പുല്ലിൻ്റെ പുറത്ത് എഴുതി വെക്കാറില്ല. ഇവിടെ എൻഡോസൾഫാൻ തളിപ്പിച്ചിട്ടുണ്ട്, ഇത് കഴിക്കല്ലെന്ന് എഴുതി വെച്ചാൽ ഈ ആടിന് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ആട് പോയി തിന്നും. നമ്മളെ ആടിൻ്റെ കാര്യമായിട്ട് തന്നെ പറയുമ്പോഴും വേദപുസ്തകത്തിലെ ആടിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഞാനൊന്ന് യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൽ അല്പം പനിയുടെ പ്രയാസമുണ്ട്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ ആ ആ നോക്കിയേ, ഈ ദൈവത്തിന് യെശയ്യാപ്രവചനയിൽ കൂടെ പറഞ്ഞു കൊടുക്കുന്നത് മനുഷ്യനെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ ആടുകളായിട്ട്, പുതിയ നിയമത്തിൽ നമ്മളെയും ആടുകളായിട്ടാണ്, ആടും ഇടയനും എന്നുള്ള ആ അനാൽജി, ആ ഉപമയാണ് പലപ്പോഴും വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്, ഉപമയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ദൈവം തന്നെ പറയുകയാണ്, ഒരു ഇടയനെ പോലെ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുക. എന്നിട്ട് പറയാണ്, കുഞ്ഞാടുകളെ ഭുജത്തിൽ വഹിക്കുക. കുഞ്ഞാടിന് എപ്പോഴും ഈ കൂട്ടത്തിൽ ഓടാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതിനെ എടുത്തെടുത്ത് തോളിൽ വെക്കുന്നു. പിന്നെ പറയാണ്, തള്ളയാടുകളെ, തള്ളയ്ക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റിയാണ്. രാവിലെ പിള്ളേർക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കണം, ഭർത്താവിൻ്റെ ഡ്രസ്സ് കഴുകണം, വീട് ക്ലീൻ ചെയ്യണം. ഇതെല്ലാം ഈ തള്ളയാടുകളുടെ ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് അവർ പെതുക്കേ വരത്തുള്ളൂ. നമ്മളിറങ്ങി വണ്ടിയിൽ 3 ഹോൺ അടിച്ച് കഴിയുമ്പോഴാണ് അവരൊന്ന്, ഇവിടെ ഹോൺ അടിക്കാനൊക്കത്തില്ല, ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. 4-ാമത്തെ ഹോണിലായിരിക്കും. പിന്നെ ഇവിടെ കെ ജോയി പാസ്റ്റർ പറഞ്ഞാൽ ഈ 5 മീറ്ററുള്ള സാധനം ഇങ്ങനെ ചുറ്റി വരുമ്പോഴത്തേക്ക് സമയം ഒത്തിരി പോകും. അപ്പോൾ ഈ പെതുക്കെ നടത്തേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലായില്ലേ? വീടെല്ലാം ക്ലീൻ ചെയ്ത് പിള്ളേർക്കും ഭർത്താവിൻ്റെ ഉള്ള തുണിയെല്ലാം എടുത്തു വെച്ച് ബാഗിൽ ബ്രേക്ക്ഫാസ്റ്റും എടുത്തു വെച്ച് പിള്ളേരെ രാവിലെ സ്കൂളിൽ വിടുന്നു. ഇവിടെ അതൊന്നും വേണ്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ ചെറിയ സ്പീഡിൽ നടക്കാൻ പറ്റുമായിരിക്കും. ഇവിടെ പറയാണ്, തള്ളയാടുകളെ പെതുക്കെ നടത്തുക. അപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ളവരെ പറ്റി ദൈവത്തിന് കൺസേൺ ഉണ്ട്. സ്ത്രീകളെ പറ്റിയും കൺസേൺ ഉണ്ട്, കുഞ്ഞുങ്ങളെ പറ്റിയും കൺസേൺ ആണ്, പ്രായമുള്ളവരെ പറ്റിയും കൺസേൺ ആണ്. അവിടെ ഈ ആടുകളുടെ ആ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ആ വാക്യം ഒന്ന് വായിച്ചു എന്നുള്ളേ ഉള്ളൂ. ഈ ആട് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ കാരണം, ഈ ആട് ഇവിടെ ആഹാരം കിട്ടുമെന്ന് അറിഞ്ഞിട്ടും മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്നുള്ളതാണ് ദോഷം. അത് ഈ ഇടയൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ ഇടയനും അല്പം കെയർഫുള്ളായിരിക്കണം. അല്ലെങ്കിൽ അല്പം കൊടുന്ന് ആടിനെ കൊണ്ടുവരുന്ന കൂട്ടത്തിലൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഈ ദ്രഹ്മ പോയത് ഈ സ്ത്രീയുടെ പേഴ്സിൽ നിന്നാണ് പോയത്. ആ സിബൊന്ന് ഇച്ചിരി കൂടെ മുറുക്കി വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഈ പണസഞ്ചിയിൽ ഇങ്ങനെ കെട്ടിവെക്കുന്നത്, അപ്പോൾ ആ കെട്ടൊന്നുകൂടെ നല്ലതായിട്ട് ടൈറ്റൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ദ്രഹ്മ നഷ്ടപ്പെടത്തില്ലായിരുന്നു. ചില സഭകളിൽ ഈ കെട്ടില്ലാത്തത് കൊണ്ട് ഒത്തിരി പേര് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഈ കക്ഷിക്ക് അപ്പുറത്തെ നല്ല കൂട്ടായ്മയാണെന്ന് തോന്നും, അവിടെ ഇതിനേക്കാൾ നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ടെന്ന് തോന്നും, ഇവിടുത്തേക്കാൾ നല്ല പ്രസംഗകരുണ്ടെന്ന് തോന്നും. പക്ഷെ ചെന്ന് വീഴുന്നത്
ചിലപ്പോൾ ഈ വിഷം തളിച്ച പുല്ലിൻ്റെ പുറത്തായിരിക്കും. തിരിച്ച് നോ പോയിന്റ് ഓഫ് റിട്ടേണിൽ ചെന്ന് ചാടിക്കളയും ചിലർ. ചില കൂട്ടായ്മ വിട്ട് നമ്മൾ പോകുന്ന ചിലരെ നമ്മൾ കണ്ടാൽ പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന് നിത്യതയെ പറ്റിയും ബോധമില്ലാതെ ചിലപ്പോൾ പാട്ട് പാടുന്നതിനൊക്കെ അവർ മുന്നിലായിരിക്കാം, പക്ഷേ ഈ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ സഭയുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് ഒരാൾ പോലും ഇടേൻ്റെ ഉത്തരവാദിത്വമാണ് ഈ ആട് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഉത്തരവാദിത്വം. ഒരു ദ്രഹ്മ നഷ്ടപ്പെടാതിരിക്കാൻ അല്പം കൂടെ കെയർഫുള്ളായിരിക്കുന്നത് അതിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള നിലയിൽ സഭയുടെ ഉത്തരവാദിത്വമാണ്. ഇനി പുത്രൻ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? അതിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ മതി. അപ്പം മോൻ നഷ്ടപ്പെട്ടതിൻ്റെ കാരണം എന്താ? സുബോധം നഷ്ടപ്പെട്ടതിന് മലയാളത്തിൽ വേറൊരു വാക്ക് പറയും. അവന് പ്രാണനായുണ്ട്. ചിലർ സഭയിൽ നിന്ന് പോകുന്നത് സുബോധമില്ലാതെ പോകുന്നത്. ഇവിടുത്തെ സഭയിൽ നിന്ന് ആരെങ്കിലും പോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ചിലർ സഭകളിൽ നിന്ന് പോകുന്നത് സുബോധമില്ലാത്തതുകൊണ്ടാണ്. ഈ രക്ഷിക്കപ്പെടുക എന്നുള്ളതിൻ്റെ മൂലം, ഞാൻ ഈ ബൈബിൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് ഈ നിങ്ങളുടെ ഒരു ടീച്ചിങ് ഭാഷയിൽ ഒരു ഉണർവ് പ്രസംഗം നടത്താൻ എനിക്കറിയത്തില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ചിലരെ നമ്മൾ കാണുമ്പം ഇങ്ങനെ കള്ളു കുടിച്ചും മോശമായിട്ടും ഒക്കെ നടക്കുന്ന ആളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പറയണം, ഇവനും സുബോധമില്ലാന്ന്. സുബോധമില്ലാത്തതുകൊണ്ടാണ് ചിലർ പോകുന്നത്. ഈ രക്ഷിക്കപ്പെടുക എന്നുള്ളത് അതാണല്ലോ പറഞ്ഞു വന്നത്. രക്ഷിക്കപ്പെടുക എന്നുള്ളതിൻ്റെ മൂലഭാഷയിൽ ഭ്രാന്ത് മാറുക എന്നുള്ളതാണ് എൻ്റെ ട്രാൻസ്ലേറ്റ്. നിങ്ങളെ വീട്ടിൽ പോയി ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. ഭ്രാന്ത് മാറുക എന്നുള്ളതാണ്. ഇവിടെ ഭ്രാന്ത് മാറി എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ഭ്രാന്ത് മാറി. നിങ്ങൾക്ക് എന്തായാലും പറയാം. എനിക്ക് ഞാൻ 2 വട്ടം സ്തോത്രം പറയാം. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഈ ലോകത്തിലെ കള്ളു കുടിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കഴിച്ചിട്ട് ഇറക്കാൻ വയ്യാത്ത സാധനം. ടേസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനും. ഇത് കഴിച്ചിട്ട് ഇറക്കാൻ വയ്യാത്ത സാധനം കുടിക്കുന്നത് എന്താ? ഭാര്യയെ തല്ലുന്നത് എന്തുകൊണ്ടാണ്? നിൻ്റെ സ്വന്തം ശരീരമാണെന്ന് പറയുന്നു. ഭാര്യയെ തല്ലുന്നത് എന്തുകൊണ്ടാണ്? സുബോധം ഇല്ലാത്തതുകൊണ്ടാണ്. വേറൊരാളെ ഉപദ്രവിക്കുന്നത് എന്തുകൊണ്ടാണ്? സുബോധം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം മോശം ജീവിതാനുഭവങ്ങളിൽ കൂടെ പോകുന്ന ഒരാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പറയേണ്ട കാര്യം, ഇവന് സുബോധമില്ല. ഇവൻ രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇവന് സുബോധം വന്നേനെ. ഇവന് ബോധമില്ല. ഇവിടെ പറയുന്ന നല്ല യേശുക്രിസ്തു പറഞ്ഞ വാക്കാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവന് സുബോധം വന്നു. എന്നുവെച്ചാൽ നല്ല ബോധം വന്നു. എപ്പോഴാ? പന്നിയുടെ ആഹാരം കഴിച്ചപ്പോഴാണ്. അപ്പോൾ പലപ്പോഴും ഈ സുബോധം നഷ്ടപ്പെട്ടവരുടെ കാര്യമാണ്. അതുകൊണ്ടാണ് ഇവനെ തിരക്കി അപ്പം പോവാഞ്ഞ്. മറ്റും 2 ഇൻസിഡൻറ്റിലും തിരക്കി പോകുന്നുണ്ട്. ഇടയം പോകുന്നുണ്ട്. ആ സ്ത്രീ വീട് മുഴുവൻ സെറ്റിയുടെ അടി തൂത്ത് മാറ്റി, കാർപ്പറ്റ് അടിച്ചു മാറ്റി, എല്ലായിടം തൂത്ത് വൃത്തിയാക്കി നോക്കി കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ ചെറുക്കനെ തിരക്കി അപ്പം പോയില്ല. കാരണം എന്താ പറയുക? ഇവൻ താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് വാടാ എന്ന് വിളിച്ചാൽ അപ്പനെ ഇവൻ ചിലപ്പോൾ അപമാനിച്ചേക്കും. കാരണം അവന് എന്തില്ല? സുബോധമില്ല. സുബോധം നഷ്ടപ്പെട്ട ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ഭ്രാന്തിനെ പറ്റി ഞാൻ കുറച്ച് നാൾ കൗൺസിലിംഗ് പോയി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പാസ്റ്റർ പറഞ്ഞ അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാനും പഠിച്ചിട്ട്. അപ്പോൾ അവിടെ പഠിച്ചപ്പോൾ ഈ ഭ്രാന്ത് ചിലത് ഈ പകരുന്ന ഭ്രാന്തും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഭ്രാന്തുമുണ്ട്. ചില വീടുകളിൽ കാണാൻ വയ്യോ, അപ്പന് ഭ്രാന്ത്, മക്കൾക്ക് ഭ്രാന്ത്, അങ്ങനെ വരുന്ന ഭ്രാന്തുകളുമുണ്ട്. പിന്നെ ചില ഭ്രാന്തുകൾ പകരുകയും ചെയ്യുമെന്ന് പറയുന്നത്. കാരണം കുറേ നാൾ ഭ്രാന്തന്മാരുടെ കൂടെ സഹവരിച്ചാൽ ആ സഹവരിക്കുന്ന ആളിനും ഭ്രാന്തിൻ്റെ ഒരു ചെറിയ ലക്ഷണമൊക്കെ സ്വയമേ തോന്നി തുടങ്ങുമെന്നാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള അനേകരെ ഈ മോശം ജീവിത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നണം, ഇവൻ എത്ര സ്നേഹം അപ്പം കൊടുത്താലും ഇവൻ ഒരിക്കലും അപ്പൻ്റെ ഭവനത്തിൽ നിൽക്കത്തില്ല, അവൻ പോയിരിക്കും. അവൻ സഭയിൽ എല്ലാ യോഗത്തിലും അവനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാലും അവൻ സഭ വിട്ടുപോയെന്നിരിക്കും. അവന് പ്രസംഗിക്കാൻ അവസരം കൊടുത്താലും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അവൻ സഭയിൽ നിന്ന് പോയിരിക്കും. കാരണം അവന് സുബോധമില്ല. സഭയിലും ഈ 3 ടൈപ്പ് ആൾക്കാരുമുണ്ട്. ചിലർക്ക് സുബോധമില്ലാത്തവരുണ്ട്, ചിലർക്ക് ജീവിത പ്രശ്നങ്ങളുള്ളവരുണ്ട്. യേശു പറഞ്ഞ സാഹചര്യം ഒന്നുകൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ വീണ്ടും കൊണ്ടുവരികയാണ്. സാഹചര്യം എന്താണ്? പരീശന്മാരും ഒക്കെ പറഞ്ഞു യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു.
എല്ലാവരെയും ഒന്നും സ്നേഹിക്കാൻ പാടില്ല യേശു, പക്ഷേ യേശുവിന് എല്ലാവരെയും വേണം. ദ ലാസ്റ്റ് പേഴ്സൺ കർത്താവിന് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചുറ്റും കാണുന്ന ഓരോ വ്യക്തിയെയും കാണുമ്പോൾ ഇവനെയും യേശുവിന് വേണമെന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഞാൻ ഈ കുറേ വർഷങ്ങൾ ആയിട്ട് ഈ കുട്ടികളുടെ ഇടയിലെ പ്രവർത്തനമാണല്ലോ. ഞങ്ങളുടെ വീടിനടുത്ത് കല്ലയം എന്ന്, ഞങ്ങൾ തിരുവനന്തപുരത്താണ് 25 വർഷം താമസിച്ച്. കല്ലയം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തൊരു സ്വതന്ത്ര സഭയിൽ ഒരിക്കലൊരു VBS നടത്തി. VBS നടത്തിയപ്പോൾ ഒരു കൊച്ചുകുട്ടി, അപ്പോൾ ആ പോയ ഡയറക്ടർ എന്നോട് വന്ന് പറഞ്ഞ സംഭവമാണ്. ഒരു കൊച്ചുകുട്ടി, 4 വയസ്സുള്ളൊരു പെൺകുട്ടി, പൂവൊക്കെ ചൂടി പൊട്ടൊക്കെ തൊട്ട് കമ്മലൊക്കെ ഇട്ട് അവിടെ വന്നു. അപ്പോൾ സാറ്റർഡേ നമ്മളെല്ലാ ഡയറക്ടേഴ്സിനെയും നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്ന അവരെ ഓട്ടോക്കോൾ കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇവരെ ക്രിസ്റ്റോളജിയും തിയോളജിയും എസ്കറ്റോളജിയും ഒന്നും പറഞ്ഞിട്ടല്ല കുഞ്ഞുങ്ങളോട് നമ്മൾ പറയുന്നത്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ സന്തോഷമുള്ളവരൊക്കെ കൈവക്കാൻ പറയും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ വൈക്കേറിയൽ ഡെത്ത് ഒന്നും മനസ്സിലാക്കിയിട്ടല്ല അവർ കൈവെക്കും. അവരും കൈവെക്കും. അപ്പോൾ ഒരാൾ കൈവെക്കുക, മറ്റാളും കൈവെക്കും. അതൊരു നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പം 500 കുട്ടികൾ വന്നാൽ ഒരു 400 കുട്ടികളും രക്ഷിക്കപ്പെടും. അതിൽ കുറേ കുട്ടികൾ റിയലായിട്ടും രക്ഷിക്കപ്പെടുന്നവരായിരിക്കാം. ഈ കൊച്ചും സാറ്റർഡേയിൽ വന്ന് കൈപൊക്കി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മളെ കഥ എങ്ങ് മറന്നു. എല്ലാ കുട്ടികളും 400 കുട്ടികൾ രക്ഷിതാവായി സ്വീകരിച്ചല്ലേ. അടുത്ത വർഷം ഞങ്ങൾ ചെല്ലുമ്പോഴാണ് ഈ കഥ അറിയുന്നത്. ഈ കുട്ടിയുടെ കഥ, ആ കഥ കേട്ടപ്പോൾ ഞങ്ങൾക്കും അത്ഭുതം തോന്നി. ഈ കുഞ്ഞിനെ ജന്മം കൊടുത്തത് 13 വയസ്സുള്ളൊരമ്മയാണ്. ഈ സഭാഹോളിനടുത്തുള്ള പ്രസവത്തോടെ അമ്മ മരിച്ചുപോയി. ഇതിന് കാരണക്കാരനായിരുന്ന 28 വയസ്സുള്ള ഒരു പോലീസുകാരൻ അവരുടെ നെയ്ബറായിരുന്നു. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ അയാൾ ജാമ്യത്തിൽ ഇറങ്ങി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ കുഞ്ഞ് അനാഥയായി. വല്യപ്പനും വല്യമ്മയുമാണ് ഈ കുഞ്ഞിനെ നോക്കുന്നത്. അപ്പോൾ വല്യപ്പനും വല്യമ്മയുടെയും ജോലി പാറ പൊട്ടിക്കുന്ന പരിപാടി. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം. മെറ്റലടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇങ്ങനെ മെറ്റൽ പൊട്ടിച്ച് കൊട്ടക്കണക്കിന് തൂക്കി വിൽക്കുന്ന പരിപാടി. അപ്പോൾ അവരെ എല്ലാ ദിവസവും ഈ കഷ്ടപ്പെട്ട് ഈ മെറ്റലടിക്കാൻ പോകുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അവധി സമയമായപ്പോൾ ഈ കുഞ്ഞിനെ കൂടെ വെയിലത്ത് കൊണ്ടുപോകാൻ വയ്യാത്ത, മാർച്ച് ഏപ്രിൽ മാസമാണല്ലോ നമ്മുടെ നാട്ടിൽ വെയിലിൻ്റെ സമയം. ഇവിടെ ഈ പാട്ടും കൊട്ടുമൊക്കെ കേട്ടപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ ഈ സഭാഹോളി വിട്ടിട്ട് അവർ പ്രാർത്ഥനയ്ക്ക് പോയി. ഇത് കഴിഞ്ഞു. അടുത്ത സൺഡേ ഈ കുഞ്ഞും ഈ വല്യപ്പനും വല്യമ്മയും കൂടി ഈ സഭാഹോളിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ അവരുടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുളിച്ച് അങ്ങനെ പോകുമ്പോൾ സഭാഹോളിൻ്റെ വാതുക്ക വന്നപ്പം ഈ കുഞ്ഞ് തിരുവനന്തപുരം ഭാഷയിലെ പറഞ്ഞു, നമുക്ക് യേശുസ്വാമിയുടെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് ഈ വല്യപ്പനെയും വല്യമ്മയും കൂടെ തള്ളിപ്പിടിച്ച് ഈ കുഞ്ഞ് ഈ സഭാഹോളിൽ കൊണ്ടുവന്നു. ഞങ്ങൾ അടുത്ത വർഷം ചെല്ലുമ്പോൾ ഈ സഭാഹോളിൽ പാവിരിക്കുന്നതും പപ്സ് കൊടുക്കുന്നതും ജ്യൂസ് കൊടുക്കുന്നതും ഈ വല്യപ്പനും വല്യമ്മയാണ്. അവർ രണ്ടുപേരും ഈ കാലഘട്ടത്തിനിടെ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട സഭയിലെ അംഗമായി. ഒരു കൊച്ചു കുഞ്ഞ് രക്ഷിക്കപ്പെട്ടാലും ഒരു മിനിമം 3 തലമുറയോട് സുവിശേഷം എത്തും. അതിൻ്റെ പ്രീവിയസ് ജനറേഷൻ, അതിൻ്റെ ജനറേഷൻ, അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ. മനസ്സിലായോ? അപ്പോൾ നമ്മളെ കിട്ടുന്ന ഞാൻ എവിടെ പ്രസംഗിച്ചാലും എന്ത് പ്രസംഗിച്ചാലും എനിക്കൊരു സുവിശേഷീകരണത്തെ പറ്റി പറയാൻ എനിക്ക് ഒരു വാഞ്ചയുണ്ട്. എന്നെ കാണുന്നത്രയും പ്രായമുണ്ട് എനിക്ക് കേട്ടോ. അപ്പോൾ അത്രയും വർഷവും ഞാൻ സുവിശേഷീകരണത്തിന് എൻ്റെ 18ാമത്തെ വയസ്സിൽ പരസ്യയോഗം ചെയ്യാൻ തുടങ്ങിയ ഇത്രയും വർഷവും ഞാൻ പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കാറുണ്ട്. അത് ചൂട് സമയത്തും മഴ സമയത്തും എല്ലാം പോയി പ്രസംഗിക്കാറുണ്ട്. അതിന് സാക്ഷി എൻ്റെ ഭാര്യയാണ് ഇവിടെ ഇരിക്കുന്നത്. അത് എവിടെ പോയി പ്രസംഗിച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊരു സുവിശേഷം ഒരു കുഞ്ഞിനോട് പറഞ്ഞാൽ പോലും അതിനൊരു പ്രയോജനമുണ്ട്. അത് ദൈവം അതിനെ ഇനി ഇതിനൊരു ഡിവൈൻ സെർച്ച് ആവശ്യമാണ്. ഈ നഷ്ടപ്പെട്ട ഈ ആട്, നഷ്ടപ്പെട്ട ദ്രഹ്മ, നഷ്ടപ്പെട്ട മകൻ, ഇതിൻ്റെ കണ്ടീഷൻ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ആട് എവിടെയോ കാട്ടിക്കുരുങ്ങി കിടക്കുന്നു എന്നാണ് പിന്നെ കണ്ടത്. രാത്രിയിൽ ഈ ഇടയൻ കുറച്ചുകൂടെ ഒന്ന് ലേറ്റായിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഇടയനൊന്ന് ലേറ്റായാൽ ഏതെങ്കിലും ഒരു വന്യമൃഗം ഇതിനെ കടിച്ചു തീരുവാൻ ഇടയായിത്തീരും. ഇതെന്നേക്കുമായി നഷ്ടപ്പെടും. ഓരോ വ്യക്തിയും പ്രാധാന്യമുള്ളതാണ്. അതിനാണ് ഞാൻ നേരത്തെ ഇതിൻ്റെ ലോസ്റ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത്. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സമയത്ത് നാം ഇല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടവരാണ്. ഈ ആട്
ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞു നേരം വെളുത്ത് വെയിലാകട്ടെ വെട്ടമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഈ ഇടയൻ ഈ തണുപ്പത്ത് പോകണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നേരം വെളുക്കും ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ ആടിൻ്റെ എല്ലുകഷ്ണം മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ആടിനെ സെർച്ച് ചെയ്യാൻ ഒരു ഡിവൈൻ ഹാർട്ടിന് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. പലരും സഭകളിൽ വന്ന് ഇങ്ങനെ 15 വർഷമായിട്ട് ഇരിക്കുന്നതിൻ്റെ കാരണം എന്നറിയാമോ? അവർക്കൊരു ഡിവൈൻ ഹാർട്ട് ഓഫ് സെർച്ച് ഇല്ലാത്തത് കൊണ്ടാണ്. ഡിവൈൻ ഹാർട്ട് ഓഫ് സെർച്ച്, ലോസ്റ്റ് പോയതിന്, നഷ്ടപ്പെട്ടു പോയതിന്, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി കൊണ്ട് അതിനെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എനിക്കത് നഷ്ടപ്പെടും, അത് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ സെർച്ച് ചെയ്ത് പോകാനിടയായിത്തീരും. ദ്രഹ്മയുടെ അവസ്ഥ ഇതുപോലെ തന്നെയാണ്. ഷൈൻ ചെയ്യേണ്ട, ഷൈൻ ചെയ്യുന്ന പറഞ്ഞാൽ വളരെ മനോഹരമായിരിക്കേണ്ട ഈ ദ്രഹ്മ പൊടി പിടിച്ച് ഈ കാർപ്പറ്റിൻ്റെ അടിയിലോ സെറ്റിയുടെ അടിയിലോ കിടക്കുന്നത് കണ്ടുപോകുമ്പോൾ അത് അവളുടെ സംബന്ധിച്ച് ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആ കഥ കേട്ടിട്ടുണ്ടാകും അങ്ങനെ. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ക്രയവിക്രയം ചെയ്യേണ്ട പലരും ഇവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെ കാർപ്പറ്റിനടിയിലാണ് പല വർഷങ്ങളായിട്ട്. അതിനെ ഒന്ന് കണ്ടെത്തി, ഒന്ന് തൂത്തുമിനുക്കി, അതിനെ ഒന്ന് യഥാസ്ഥാനത്ത് പെട്ട് ആ പേഴ്സിൽ വെച്ച് കഴിയുമ്പോൾ അതിന് വിലയുള്ളതായിത്തീരും. വിലയില്ലാതെ കാർപ്പറ്റിൻ്റെ ഇടയിൽ കിടക്കുന്ന അനേകരെ ചിലപ്പോൾ നമ്മുടെ സഭകളിലുണ്ട്. ടാലൻറ്റുകളുള്ളവരുണ്ട് പാട്ട് പാടാൻ. എന്നാ പ്രിയ സഹോദരി ഇവിടെ പാടിയ പാട്ട് ഒത്തിരി വർഷത്തിന് ശേഷം കേട്ടോ എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് ടാലൻറ്റുകളുള്ളത് നമ്മുടെ ജീവിതത്തിൽ സുവിശേഷം പറയാനോ പാട്ട് പാടാനോ എന്താണ് നമ്മുടെ ടാലന്റ് എനിക്കറിയത്തില്ല. നമ്മുടെ പേഴ്സിലെ പൈസ ചെലവഴിക്കാനായിരിക്കാം. ആ ടാലന്റ് ഉള്ളവരെ പലപ്പോഴും ഈ കാർപ്പറ്റടിയിൽ പൊടി കിടക്കുന്ന ദ്രഹ്മ പോലെ നമ്മുടെ ജീവിതം പലപ്പോഴും അതിനടിയിലായി പോകുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ അത് കണ്ടെത്താൻ എനിക്കൊരു ഡിവൈൻ ഹാർട്ട് തരണമേ. മൂന്നാമത്തെ ഇപ്പോൾ അവൻ്റെ അവസ്ഥ, മൂന്നാമത്തെ ഉപമയുടെ ആ പയ്യൻ്റെ അവസ്ഥ എന്താ? ഇപ്പം പന്നിയുടെ ആഹാരം പോലും അവന് കിട്ടുന്നില്ല. 15 വാക്യം, പന്നി തിന്നുന്ന വാളര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചുവെങ്കിലും ആരും അവന് കൊടുത്തില്ല. അവന് അങ്ങ് താണെ ഒരു യഹൂദന് പോകാമെന്നതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പിറ്റിലെത്തി നിൽക്കുകയാണ് അവന്. പന്നിയുടെ കൂടെയുള്ള സവകാശത്തിലേക്ക് അവൻ മാറുവാനിടയായിത്തീർന്നു. ആ അവസ്ഥയിലാണ് ഒന്ന് കാണാതെ പോകുമ്പോൾ, ഒന്ന് നഷ്ടപ്പെടുമ്പോൾ, വീട് വിട്ടു പോയവനെ കുറിച്ചുള്ള ഇത് വരുമ്പോൾ, ഇനി ഇതിനെ അന്വേഷിക്കേണ്ടത് എത്ര നാൾ അന്വേഷിക്കണം? അത് അവിടെ തന്നെയൊക്കെ പറയുന്നുണ്ട്. ആടിനെ അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങളിൽ കാണുന്നത് 99 മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയതിനെ, ആ ഭാഗം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗമാണ്. 4-ാം വാക്യം, കണ്ടെത്തും വരെ അന്വേഷിച്ചു. കണ്ടെത്തും വരെ അന്വേഷിക്കണം. ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ, ഒരു വ്യക്തിയുടെ രക്ഷയിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങിയാൽ, യേശുവിൻ്റെ അടുക്കൽ വരുന്നിടം വരെ നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള ചുമതലയുണ്ട്. ഒരു ട്രാക്റ്റ് കൊണ്ട് ഇട്ടിട്ട് പോരുന്നതും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആളിനെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നമുക്കിടയായിത്തരണം. ഇനി അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ച്, 8-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. ആ കണ്ട് കിട്ടും വരെ. ഇവിടെ രണ്ടിടത്ത് ഞാൻ 2 പദങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഒന്ന്, അവനെ കണ്ടെത്തും വരെ അന്വേഷിച്ചു. കാണാതെ പോയതിനെ കണ്ടെത്തും വരെ അന്വേഷിച്ചു. ദ്രഹ്മ കണ്ടെത്തും വരെ അന്വേഷിക്കണം. നമ്മൾ ഇങ്ങനെ സഭായോഗത്തിന് വന്ന് വളരെ സൈലൻ്റായിട്ട് ഇരുന്ന് പോകുന്നതിനോടൊപ്പം തന്നെ, സൈലൻ്റായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധനയിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ചിന്ത, അത് കണ്ടെത്തും വരെ അന്വേഷിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു കാൽക്കുലേഷനുണ്ട്. ഒരാളോട് ഒരിക്കലും ഒരു സുവിശേഷം പറയുക, അല്ല ഒരാൾക്കൊരു ബൈബിൾ കൊടുക്കുക, അതുകൊണ്ട് തീരുന്നില്ല. ഈ ബ്രിഡ്ജ് ഇവൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സായിപ്പ് വന്നൊരിക്കൽ ഞങ്ങളുടെ ടീമിനൊരു ക്ലാസ് എടുക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, അമേരിക്കക്കാരനാണ്. അയാൾ പറയുന്നത് അവരുടെ ഒരു സഭ വലിയ സഭയാണ്. അതെങ്ങനെയാണ് ഉണ്ടായതെന്നല്ല പുള്ളി പറഞ്ഞ സംഭവം. ക്രിസ്മസിൻ്റെ സമയമാകുമ്പം പുള്ളി നെയ്ബർഹുഡിലെല്ലാം പോയി ക്രിസ്മസ് കേക്കിൻ്റെ ഒരു പീസും ബൈബിളും ഒക്കെ കൊടുക്കും.
പിന്നെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ബർത്ത്ഡേ ഉണ്ടായി, ഇവരെയൊക്കെ ക്ഷണിക്കും. ഒരു ബ്രിഡ്ജ് ഇവൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ അവർ സുവിശേഷ വേല ചെയ്തു, ആ സഭ വളർന്നു എന്ന് തന്നെ പറയാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഇത് കാണാൻ കഴിയുന്നത്, ഈ ആടിനെ കണ്ടെത്തിയാൽ ചെയ്യുന്ന കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 5-ാം വാക്യം ഒന്നുകൂടെ വായിപ്പേ. ആ ആ ആ മതി. വീട്ടിൽ വന്ന് അതുകൂടെ വായിച്ചു. ആ ആ മനസ്സിലായി. ഇവിടെ കാണുന്ന ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ കാണാതെ പോയ ആട്, കാണാതെ പോയ പയ്യൻ, കാണാതെ പോയ ദ്രഹ്മ, ഇതിനകത്ത് ഈ 99 ആടും ഈ ചുമലിലേറ്റിക്കൊണ്ടുവരുന്ന ഈ കാണാതെ പോയ ആടിനെ കണ്ടപ്പോൾ അവർക്ക് ദേഷ്യം തോന്നി കാണും. കാരണം ഈ ഇടയൻ ഒരിക്കൽ പോലും മറ്റൊരാടിനെയും ചുമലിലേറ്റിയിട്ടില്ല. നമ്മളെത്ര വട്ടം തെറ്റിപ്പോയിട്ടുള്ളവരാ. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കൈപൊക്കാൻ ഞാൻ ആരോടും പറയുന്നില്ല. ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട്, ഞാൻ എന്നെ സമ്മതിക്കുന്നു. തെറ്റ് ജീവിതത്തിൽ സംഭവിക്കും മനുഷ്യനെ. പക്ഷേ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യതയുള്ളപ്പോഴും കമ്മിറ്റി കൂടി 6 ആഴ്ച സാക്ഷി പറയല്ലെന്ന് പറയാൻ സാധ്യത ആണ് നമുക്ക് മിടുക്കുള്ളത്. പക്ഷേ തെറ്റ് ചെയ്തപ്പോഴും നമ്മളെ തോളിലേറ്റി മടക്കിക്കൊണ്ടുവന്ന ദൈവസ്നേഹത്തെ ഓർത്ത് നമുക്ക്, തെറ്റ് ചെയ്തപ്പോഴും നമ്മളെ തള്ളിക്കളയാതെ നമ്മെ തോളിലേറ്റിയ ദൈവസ്നേഹം, മറ്റാടുകൾക്ക് അസൂയ തോന്നത്തക്കവണ്ണം നമ്മളെ മാനിച്ച ദൈവസ്നേഹം, അതാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മളെ തള്ളിക്കളഞ്ഞില്ല, നമ്മളെ കൂടെ ഉൾക്കൊള്ളുവാൻ ദൈവസ്നേഹത്തിന് സ്പേസ് ഉണ്ട്. ഈ ചെറുക്കനെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവനോട് അപ്പം പറയുന്നൊരു വാചകമാണ്, അത് സൈലന്റ് ആണ് ആ വാചകം. നിനക്ക് ഇന്നും സ്പേസ് ഇവിടെ ഉണ്ട്, നീ വീടിന് പുറത്തല്ല, നീ വീടിനകത്തുള്ളവനാണ്. ഒരു സ്പേസ് നമുക്കുണ്ട്. ദൈവം നമ്മളെ റൈറ്റ് ഓഫ് ചെയ്തില്ല. നമ്മളെ പ്രതിസന്ധിയിൽ നാം തെറ്റിപ്പോയപ്പോൾ, നാം വഴി തെറ്റിപ്പോയപ്പോൾ, നാം മറ്റൊരു കൂട്ടത്തിലേക്ക് പോയപ്പോൾ ദൈവം നമ്മളെ റൈറ്റ് ഓഫ് ചെയ്തില്ല. നിനക്കിനി ഇവിടെ സ്പേസ് ഉണ്ട്. നടപടിയെടുക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഇനി നീ വീട്ടിൽ കയറില്ലെന്ന് വേണേൽ പറയാം, നീ ഇനി സഭായോഗത്തിന് വരല്ലെന്ന് വേണേൽ പറയാം, നീ ഇനി സാക്ഷി പറയല്ലെന്നും കർത്തൃമേശ എടുക്കല്ലെന്നും പറയാം. നടപടിയെടുക്കാൻ ഒരുപാട് സാധ്യതയുള്ളപ്പോഴും ആ സാധ്യതകളെയൊക്കെ നിൽക്കുമ്പോഴും നമ്മെ തോളിലേറ്റിയ ദൈവസ്നേഹം, നമ്മെ കൂടെ കരുതിയ ദൈവസ്നേഹം, നമ്മളെ ഉപേക്ഷിക്കാത്ത ദൈവസ്നേഹം, നമുക്ക് വേണ്ടിയും കരുതിയ, നിനക്ക് വീട്ടിൽ ഇനിയും ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ ഷെയറെല്ലാം മേടിച്ചുകൊണ്ട് പോയതാ. അവൻ്റെ വീട്ടിൽ ഇനി അവനൊരു സാധ്യതയില്ല. പക്ഷേ അവനെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ദൈവസ്നേഹം, ഈ ആടിനെ തോളിലേറ്റാൻ പറ്റുന്ന ഒരു ദൈവസ്നേഹം, അതൊരു വിശാല മനസ്സാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിശാലത, അതിനെപ്പറ്റിയാ പൗലോസ് പറയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ആഴം അറിയുവാൻ, അതിൻ്റെ നീളം അറിയുവാൻ, അതിൻ്റെ വീതി അറിയുവാൻ എനിക്ക് കഴിയത്തില്ല. അതാണ് ദൈവസ്നേഹം. നഷ്ടപ്പെട്ടു പോയതിനെ, വഴിതെറ്റിപ്പോയതിനെ, തെറ്റ് ചെയ്തവനെ, അപ്പൻ്റെ ഷെയർ മേടിച്ചുകൊണ്ട് വേശികളോടുകൂടി സഹകരിച്ചവനെ, നിനക്കിനി ഇവിടെ സ്പേസ് ഇല്ലെന്നല്ല പറയുന്നത്, യു ആർ ഇൻക്ലൂഡഡ്. നിനക്കിനി ഇവിടെ സാധ്യതയുണ്ട് എന്ന് അവനോട് വാക്കും ഭാഷണവും കൂടെ പറയുകയാണ്. യു ഗോഡ്, നിനക്കിനി ഇവിടെ സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്. നമ്മളെ തെറ്റ് ചെയ്തപ്പോൾ, നമ്മളെ വഴിതെറ്റിപ്പോയപ്പോൾ നമ്മളെ ഉപേക്ഷിക്കാത്ത ദൈവസ്നേഹത്തെ ഓർത്തു വേണം ആരാധനയിൽ ഓരോ ദിവസം വരാൻ. ആരാധനയിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തുളിച്ചു നിൽക്കേണ്ടത് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ മനോഹരതയല്ല, ഇവിടുത്തെ നല്ല പാട്ടിൻ്റെ ശബ്ദമല്ല. നമ്മുടെ മനസ്സിൽ വരേണ്ട പ്രധാന ചിന്ത, എന്നെ തള്ളിക്കളഞ്ഞില്ലല്ലോ, എന്നെ ഉപേക്ഷിച്ചില്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ അറിയാതെ ചെയ്തു പോയ കുറവുകളുടെ മധ്യത്തിൽ എന്നെ ഉപേക്ഷിക്കാത്ത ദൈവസ്നേഹം, അതോർത്ത് വേണം നാം ദൈവത്തെ സ്തുതിക്കുവാൻ. ഇനി 1-2 ചെറിയ കാര്യങ്ങളൂടെ പറയാനുള്ള സമയമുള്ളൂ, അതൂടെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ ആടിനെ, സ്വന്തം ആട് നഷ്ടപ്പെട്ടു, അപ്പോഴെന്ത് ചെയ്തു? അടുത്തുള്ളവരെ കൂടെ വിളിക്കുകയാണ്. ഇനി ഈ സ്ത്രീ എന്ത് ചെയ്യുന്നത്? എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പനും അത് തന്നെ പറയുന്നത്. നമുക്കൊരു നന്മയുണ്ടാകുമ്പോൾ
നമ്മൾ സഭയിൽ ഒരു സ്തോത്ര പ്രാർത്ഥനയൊക്കെ നടത്തണം വല്ലപ്പോഴും. നമുക്കൊരു നന്മയുണ്ടാകുമ്പോൾ മറ്റ് കൂട്ടുസഹോദരനെ കൂടെ വിളിച്ച്, നമ്മുടെ നാട്ടിലാണെങ്കിൽ പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ കൊടുത്ത് നമ്മളൊന്ന് സന്തോഷിപ്പിക്കും എല്ലാവരെയും. കൂട്ടുസഹോദരന്മാരെ എല്ലാം വിളിക്കും. പാസ്റ്ററോട് പറയും, ഒരു സ്തോത്ര പ്രാർത്ഥന വീട്ടിൽ വെക്കണം, കാരണം എൻ്റെ മോന് ജോലി കിട്ടി. സ്തോത്ര പ്രാർത്ഥന വെക്കണം, എൻ്റെ മോന് വീസ കിട്ടി, എൻ്റെ മോളുടെ വിവാഹം നിശ്ചയിച്ചു, നമുക്കൊരു പ്രാർത്ഥന വെക്കാമെന്ന് പറയും. സന്തോഷിക്കുന്നതൊന്നും തെറ്റില്ല. എപ്പോഴും ഇങ്ങനെ 6 o'clock പോലെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാസികൾ സന്തോഷിക്കേണ്ടപ്പോൾ സന്തോഷിക്കണം, ദൈവസ്നേഹത്തിൽ സന്തോഷിക്കും. ഇനി അവസാന ഭാഗങ്ങളോ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മളെ സാധാരണ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവരാണ്. എന്ത് ചെയ്യും അതിന്? നമ്മൾ വലിയ പാട്ടൊക്കെ പാടും, നമ്മൾ ഉപവസിക്കും. 41 ദിവസം 20 ദിവസം 7 ദിവസം ഒക്കെ ഉപവസിക്കും. എന്തിനാ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. പക്ഷേ ദൈവത്തിന് സന്തോഷം തരുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് പറയാമോ? അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ ആ സ്വർഗത്തിൽ ഒരു അഡീഷണൽ സന്തോഷം നിങ്ങൾക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 21 ദിവസം ഉപവസിച്ചിരുന്നാൽ കാര്യം നടക്കത്തില്ല. കാണാതെ പോയൊന്നിനെ തെരഞ്ഞു കൊണ്ടുവരുമ്പോഴാണ് സ്വർഗത്തിൽ സന്തോഷിക്കുന്നത്. ഇവിടെ പാസ്റ്റർക്ക് സന്തോഷം വരും നിങ്ങൾ 7 ദിവസം ഉപവാസം എന്ന് പറഞ്ഞാൽ. പക്ഷെ സ്വർഗം സന്തോഷിക്കണമെങ്കിൽ കാണാതെ പോയ ഒരാളിനെ അതവിടെ പറഞ്ഞിരിക്കുമല്ലേ, 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്നൊരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ. ഇനി അതിൻ്റെ 10-ാം വാക്യം. ആ ദ്രഹ്മ കിട്ടിയതിനെ പറ്റി സ്ത്രീക്ക് സന്തോഷമുണ്ട്, പക്ഷെ സ്വർഗത്തിൽ സന്തോഷത്തെ പറ്റിയാ കർത്താവ് പറയുന്നത്. ഉപമയുടെ അവസാന കൺക്ലൂഷനാണ് പറയുന്നത്, സ്വർഗത്തിൽ സന്തോഷിക്കണമെങ്കിൽ എന്ത് വേണം? പാട്ട് പാടുന്നതുകൊണ്ട് മാത്രമല്ല, പാട്ട് പാടുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ സ്വർഗം എപ്പോഴെങ്കിലും നിങ്ങളെപ്പറ്റി സന്തോഷിക്കണമെങ്കിൽ കാണാതെ പോയ ഒരാടിനെ തിരിച്ച് കൊണ്ടുവരുമ്പോഴാണ്, കാണാതെ പോയ ഒരു ദ്രഹ്മ തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് സ്വർഗത്തിൽ സന്തോഷിക്കുന്നത്. ഇനി അതിൻ്റെ അവസാന വാക്യം, ആദ്യത്തിൻ്റെ അവസാന വാക്യം. ആ ആ ആ ആ സന്തോഷിക്കുന്ന അനുഭവം. സ്വർഗത്തിൽ സന്തോഷിക്കാനുള്ള ഏക സന്ദർഭം നാം കാണാതെ പോയ ഒരാളിനെ ഒരു ഡയറക്റ്റ് ചെയ്ത് ദൈവസാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. നമുക്കതിന് സാധിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാണാതെ പോയ ഒരാടായാലും, കാണാതെ പോയൊരു ദ്രഹ്മയായാലും, കാണാതെ പോയൊരു പൈതലായാലും തിരിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് സന്തോഷം. ഈ 3 ഉപമയിലെ 3-ാമത്തെ ഉപമ ഒരു ട്രാജിക് എൻഡൂടാണ്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതിൻ്റെ 25-ാം വാക്യം വായിക്കാം ആദ്യം. ആ ആ ആ മതി. ഇനി അതിൻ്റെ 28-ാമത്തെ വാക്യം. ആ ആ ആ മതി. ഈ മൂത്ത മാവൻ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ വലിയ ബഹളവും കോട്ടും പാട്ടും പ്രാർത്ഥനയും സാക്ഷി പറച്ചിലും അപ്പനും അമ്മയും സന്തോഷം എല്ലാം കൂടാണ്. അമ്മയുടെ കാര്യം പറയുന്നില്ലല്ലോ, അമ്മയ്ക്ക് ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നായിരിക്കും. എന്തായാലും ഭയങ്കര സന്തോഷമൊക്കെയാണ് ഇവിടെ, ഭയങ്കര സന്തോഷമൊക്കെയാണ്. ഈ സന്തോഷമൊക്കെ ആയിട്ട് ആനന്ദിക്കുമ്പോൾ ഈ ചേട്ടച്ചാർക്ക് ഒരു പ്രശ്നമാണ്. എന്തിനാണ് എനിക്കിതുവരെ ഒരാടിനെ അർത്ഥം വന്നില്ലല്ലോ? പലരും സഭയിലും ഉണ്ട് ചേട്ടൻ സിൻഡ്രോം ഉള്ളവർ. ചേട്ടൻ സിൻഡ്രോം ഉള്ളവർ സഭയിലുണ്ട്, എല്ലാ സഭയിലും ഉണ്ട്. ഒരു ആളെ പാസ്റ്റർ ഒന്ന് അഡീഷണലായിട്ടൊന്ന് പെറ്റ് ചെയ്താൽ അവനൊന്ന് വിശ്വാസത്തിലോട് വന്നതേ ഉള്ളൂ, അവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ചേട്ടൻ സിൻഡ്രോംകാർക്ക് അപ്പോഴത്തേക്ക് ബഹളമാകും. ചേട്ടൻ സിൻഡ്രോം ഉള്ള ചേച്ചിമാരും ഉണ്ട്, ചേച്ചിമാരും ചേട്ടന്മാരും. ചേട്ടൻ സിൻഡ്രോം നമ്മുടെ സഭകളെ ശരിയായ പാതയിൽ കൊണ്ടുപോകത്തില്ല. അവൻ വന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ ആ അപ്പൻ്റെ സ്നേഹത്തിൽ ഇവനൂടെ പങ്കെടുക്കേണ്ടതിന് പകരം അവൻ വീട്ടിൽ കയറാതെ മാറി നിൽക്കുകയാണ് ഉണ്ടായത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന ഏതവസരവും ഒരുവനെ തെരഞ്ഞു പോകുവാൻ, 400 മൈൽ നടന്നു പോകുവാൻ നമുക്ക് മനസ്സുണ്ടായാൽ സുവിശേഷത്തിന് ഒരുപാട് വ്യാപ്തി ഉണ്ടാകും. ബർന്നബാസ് പോയതുകൊണ്ടാണ് അവിടെ സഭ ഉണ്ടായത്, ക്രിസ്ത്യാനി എന്ന പേരുണ്ടായത്, 14 ലേഖനം ഉണ്ടായത്, ജാതികളുടെ ഇടയിൽ സുവിശേഷം എത്തിയത്. നമുക്കിന്നൊരു സമർപ്പണത്തിലേക്ക് നീങ്ങാം. കർത്താവേ, എന്നെ എടുത്ത് ഉപയോഗിക്കണമേ,
എനിക്കെന്തെങ്കിലും രീതിയിലുള്ള സന്തോഷത്തിൻ്റെ വകയുണ്ടെങ്കിൽ അതെന്നെ തോളിലേറ്റിയ ദൈവസ്നേഹമാണെന്ന് നമുക്ക് സന്തോഷത്തോട് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകട്ടെ. ചേട്ടൻ സിൻഡ്രോം എപ്പോഴെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിപ്പാൻ ഇടയായി തീരട്ടെ. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നമ്മളാലാവോളം ഒരു കൊച്ചു കുഞ്ഞിനോട് പോലുമെങ്കിലും സുവിശേഷം പറയുവാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതിന് നമ്മളെ ഈ വാക്ക്